ഇനി നമുക്ക് ഗ്രോസറി ബാഗിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ജൂട്ട് ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഒരു തുണി സഞ്ചിയും പിന്നെ കുറച്ച് ക്ലോത്ത് പീസസും എടുത്തിട്ടുണ്ട്. ഇത് പഴയൊരു ജെൻസ് ജീൻസിൻ്റെ ഉൾവശത്തു നിന്ന് കളക്ട് ചെയ്തെടുത്ത 2 ടൈപ്പ് ഡിസൈനുള്ള തുണിയാണ്. ക്ലോത്ത് പീസസ് എല്ലാം തന്നെ നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് പഴയൊരു ജീൻസിൻ്റെ ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പഴയൊരു ഡെനിം ഷർട്ടിൻ്റെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് പീസസ് എല്ലാം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മുടെ ബാഗിന് ചെറിയൊരു മെസ്സി ലുക്ക് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഫാബ്രിക് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ജീൻസിൻ്റെയും ഡെനിംസിൻ്റെ ഒക്കെ പീസസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനൊരു റെട്രോ വിൻറ്റേജ് സ്റ്റൈലാണുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തിൻ്റെ ഡിസൈനിനനുസരിച്ചിട്ട് നമ്മളെ ബാഗിൻ്റെ ലുക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ട്രഡീഷണൽ എംബ്രോയ്ഡറി ഡിസൈൻസിലുള്ള ക്ലോത്ത് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് ലേസും മെറ്റാലിക് ബീഡ്സൊക്കെ കൊടുത്ത് എത്നിക് സ്റ്റൈലിലുള്ള ബാഗും ചെയ്തെടുക്കാൻ പറ്റും. ബാഗിൻ്റെ ഫ്രണ്ട് സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വുഡൻ ബീഡ്സ് കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് താഴത്തെ സൈഡിൽ നമ്മൾ 2 പീസ് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. സോ ഇതൊരു നോ കോസ്റ്റ് മേക്ക് ഓവർ ആണ്.
ഈ സൈഡിൽ സ്റ്റിച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നൂല് കൊണ്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നോട്ടിട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലൊരു ഡിഫറെൻറ്റ് ഡിസൈൻ കൂടി കിട്ടും. ബാഗിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഡിസൈൻ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ഡെനിം ഷർട്ടിൻ്റെ പോക്കറ്റാണ്. ഫ്രണ്ട് സൈഡിലെ പോലെ കൂടുതൽ ഡിസൈൻസ് ഒന്നും ബാക്ക് സൈഡിൽ കൊടുക്കുന്നില്ല, ഇതുപോലെ മിനിമലായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബാക്ക് സൈഡ് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാഗിൻ്റെ ടോപ്പ് സൈഡ് നമുക്കിതുപോലെ ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാഗിന് സ്ട്രാപ്പ് കൂടി ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി എടുത്തിട്ടുള്ള ജീൻസ് പാൻറ്റിൻ്റെ വേസ്റ്റ് ഏരിയയാണ് യൂസ് ചെയ്യുന്നത്. ബാഗിൽ യൂസ് ചെയ്ത സെയിം ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ് വെച്ച് സ്ട്രാപ്പിലും ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടൺ ഹോള് ഞാനിവിടെ ഒരു പീസ് തുണി വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രാപ്പ് നമുക്ക് ബാഗിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഫൈനലി നമുക്ക് ബാഗിന് ഒരു സിബ് കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഡെനിം ഷർട്ടിൻ്റെ കോളർ സൈഡിലുണ്ടായിരുന്ന ചെറിയൊരു ലെതർ ടാഗാണിത്. ഇതുകൂടി ഞാൻ ബാഗിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഗ്രോസറി ബാഗ് മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.